ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഏഞ്ചൽ കിച്ചണിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിവിടെ റാഗിയുടെ മസാല ദോശയാണ് ഉണ്ടാക്കുന്നത്. അതിനുവേണ്ടി 1 കപ്പ് റാഗി വെള്ളത്തിലിട്ട് കുതിർത്തതാണ്. 1/2 കപ്പ് ഉഴുന്നും 1 ടീസ്പൂൺ ഉലുവായും കൂടെ ചേർത്ത് ഒന്ന് കുതിർത്ത് 4 മണിക്കൂർ കുതിർത്തതാണ്. 1/2 കപ്പ് ചോറും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് മൂന്നും കൂടെ നല്ലതുപോലെ കഴുകിയതിന് ശേഷമാണ് നമ്മൾ കുതിർത്തത്. മിക്സിയിലിട്ട് മൂന്നും കൂടെ ഒന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ റാഗിയും ഉഴുന്നും ചോറും കൂടി ഇട്ട് നല്ലതുപോലെ അരച്ചെടുക്കാം. നമ്മൾ ഈ ഒരു പരുവത്തിന്, ദോശയുടെ പരുവത്തിന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മുടെ പാത്രം അടച്ച് വെച്ച് ഒരു 5 മണിക്കൂർ 6 മണിക്കൂറാകുമ്പോൾ നല്ലതുപോലെ പൊങ്ങി വരും മാവ്. അപ്പോൾ നമുക്കൊരു ചട്ടി വെച്ചിട്ട് ഗ്യാസ് ഓണാക്കി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്കിതിലേക്ക് മസാല ഉണ്ടാക്കാനാണ്. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ കടുകൊക്കെ പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് കുറച്ച് ഉഴുന്ന് പരിപ്പ്, തൊലിയില്ലാത്ത ഉഴുന്ന് പരിപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഉഴുന്നൊക്കെ ഒന്ന് ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഒരുപാടങ്ങ് കരിഞ്ഞു പോകണ്ട, ഒന്ന് ബ്രൗൺ കളറായാൽ മതി. ഇതിലേക്ക് 5 പച്ച കട്ട് ചെയ്തതും കുറച്ച് ചുവന്നുള്ളിയും ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ ഉള്ളി, പച്ചമുളക് എല്ലാം കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. ബ്രൗൺ കളറാവുന്നുണ്ടെന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ ഉള്ളിയൊക്കെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. പക്ഷേ ഉണക്കമുളക് ഇടാൻ മറന്നുപോയി. 2 ഉണക്കമുളക് കൂടെ ഇതിൻ്റെ നടുക്കോട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അത് ആദ്യം കടുകൊക്കെ പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഇടേണ്ടതായിരുന്നു, മറന്നുപോയതാണ്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നല്ലതുപോലെ ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് ഞാൻ 3 മീഡിയം സൈസ് പൊട്ടറ്റോ, 2 ക്യാരറ്റും തൊലി കളഞ്ഞ് പുഴുങ്ങി ഉപ്പിട്ട് പുഴുങ്ങിയെടുത്തതാണ്. അപ്പോൾ അതുകൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ എല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളവും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചൂടുവെള്ളമാണ് ചേർക്കുന്നത്. കാരണം മസാല ഒരുപാട് അങ്ങ് കട്ടിയായിട്ടിരിക്കണം, ചെറിയൊരു ലൂസായിട്ടിരിക്കണം. കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ പൊട്ടറ്റോ ഒക്കെ പുഴുങ്ങിയപ്പോൾ ഉപ്പ് ചേർത്തേ, അതുകൊണ്ട് നോക്കിയിട്ട് ഉപ്പ് ചേർത്താൽ മതി. ഇതൊന്ന് ഉടച്ച് കൊടുക്കണേ, കാരണം ഇത് ഒരുപാടങ്ങ് കഷ്ണമായിട്ടിരിക്കുന്നത്, കുറച്ചിങ്ങനെ ഉടഞ്ഞ് ഇരിക്കണം മസാല. ഇതിലേക്ക് നമുക്ക് കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. അപ്പോൾ മല്ലിയിലയുടെ മണം ഇഷ്ടമില്ലെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ മല്ലിയിലയൊക്കെ ഇട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുക. നമ്മൾ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി മാത്രമേ മസാലയായിട്ട് ചേർത്തിട്ടുള്ളൂ. വേറെ മസാലകളൊന്നും ചേർത്തിട്ടില്ല. പച്ചമുളകിൻ്റെ എരിയുമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി നമുക്കിതിന് വേണ്ടി ചട്നി ഉണ്ടാക്കാം. ഒരു തേങ്ങയുടെ പകുതി തേങ്ങ ചിരകിയതും കുറച്ച് മല്ലിയിലയും 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ്ട് 2 എണ്ണമാണ് ഞാൻ ചേർത്തത്. 2 പച്ചമുളക്, 2 തണ്ട് കറിവേപ്പില, കുറച്ച് കൊച്ചുള്ളി, 2 കഷ്ണം ഇഞ്ചി, ഇതെല്ലാം കൂടെ ആയപ്പോൾ തന്നെ മിക്സി ചെറിയ ജാറായതുകൊണ്ട് നിറഞ്ഞതുകൊണ്ട് കുറച്ച് മല്ലിയിലയും കൂടി ഇരിപ്പുണ്ട് അരിഞ്ഞത്. അതുകൊണ്ട് ഒരു സൈഡിലോട്ട് വെച്ചിങ്ങനെ അമുക്കി കൊടുക്കുക. കാരണം അല്ലെങ്കിൽ കാണത്തുള്ളൂ. ഇതിപ്പോൾ തേങ്ങയും മല്ലിയിലയും എല്ലാം കൂടെ ആയപ്പോൾ ഇങ്ങനെ നിറഞ്ഞു, മിക്സിയുടെ ജാറ് നിറഞ്ഞു. അപ്പോൾ കുറച്ച് മല്ലിയിലയും കൂടെ ഉണ്ടായിരുന്നു, അതുകൂടെ ചേർത്തേന്. അപ്പോൾ നമ്മുടെ ചട്നിക്ക് ഒരു നല്ല ഗ്രീൻ കളറൊക്കെ കിട്ടും. ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം.
അപ്പോൾ നമുക്ക് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ഉപ്പ് ഞാൻ നോക്കുമായിരുന്നു, വെച്ച സ്ഥലം മാറിപ്പോകൊണ്ട് ഉപ്പ് നോക്കി ഇച്ചിരി സമയം പോയി. 2 ടേബിൾ സ്പൂൺ തൈര് കൂടെ ചേർത്ത് കൊടുക്കുക. അതിനകത്ത് കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് ഇതെല്ലാം കൂടെ നമുക്കൊന്ന് നല്ലതുപോലെ അരച്ചെടുക്കാം. നമ്മുടെ ചട്നി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ മാവ് നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ സാധാ ദോശയ്ക്കൊക്കെ മാവ് പൊങ്ങി വരുന്നത് പോലെ പൊങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിന് ആവശ്യമുള്ള ഉപ്പുകൂടെ ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. പാത്രം നിറഞ്ഞു വന്നിട്ടുണ്ട്, പൊങ്ങി. ഇനി ഒരു പാൻ വെച്ച് നമുക്ക് ദോശ ചുടാനുള്ള പാൻ വെച്ചിട്ട് ഗ്യാസ് ഓൺ ആക്കിയിട്ട് ഒരു ടിഷ്യൂ പേപ്പർ വെച്ച് ഇച്ചിരി ഓയിലൊന്ന് തടവി കൊടുക്കാം. അപ്പോൾ നമ്മുടെ പാൻ നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഒരു തവി മാവ് അതിൻ്റെ നടുക്കോട്ട് ഒഴിച്ചിട്ട് ആ തവി വെച്ച് തന്നെ ഇങ്ങനെ മൊത്തത്തിലൊന്ന് പരത്തി കൊടുക്കണം. ഈ പാൻ ഒരുപാട് വലുതല്ല, മീഡിയം സൈസ് ദോശയാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ വലിയ പാനൊക്കെ ഉണ്ട്, വലിയ മസാല ദോശയൊക്കെ ഉണ്ടാക്കാവുന്നതാണ്. നമ്മൾ 4 ചുറ്റും ഇങ്ങനെ ചുറ്റിച്ച് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് നെയ്യ് ഒന്ന് ഒഴിച്ച് കൊടുക്കണം. നെയ്ക്ക് പകരം വെളിച്ചെണ്ണ ആയാലും മതി. അപ്പം നെയ്യാകുമ്പോൾ നല്ലൊരു മണമാണ്. കുറച്ച് നെയ്യൊന്ന് ഒഴിച്ച് കൊടുക്കാം. ഇപ്പം നമ്മുടെ ദോശയുടെ ഒരു സൈഡ് നല്ല മുരിഞ്ഞ് വന്നിട്ടുണ്ട്. നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കണം. സാധാ മസാല ദോശ ഇടുമ്പോൾ നമ്മൾ അരിയുടെയൊക്കെ ആണെങ്കിൽ തിരിച്ചിടേണ്ട ആവശ്യമില്ല. ഇതിപ്പോൾ നമ്മൾ റാഗി വെച്ചിട്ടായതുകൊണ്ട് ഒന്നുകൂടെ തിരിച്ച് അപ്പുറത്തെ വശം കൂടെ നല്ലോണം ഒന്ന് മുരിച്ചെടുക്കണം. നമ്മുടെ ദോശയുടെ 2 സൈഡും മുരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കത് തിരിച്ചിട്ടിട്ട് അതിലേക്ക് മസാല ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ പച്ചരിക്ക് പകരം റാഗി ചേർത്തിട്ട് നമുക്ക് മസാല ദോശയോ സാദാ ദോശയൊക്കെ ഉണ്ടാക്കി കഴിക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ മസാലയും കൂടെ ഒരു സൈഡിലോട്ട് ചേർത്തിട്ട് നമുക്ക് ആവശ്യമുള്ള അത്രയും മസാല ചേർക്കാം. എന്നിട്ട് ഒരു സൈഡൊന്ന് മടക്കി കൊടുക്കാം. അപ്പം നമ്മുടെ ഒരു മസാല ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റിയിട്ട് ബാക്കിയുള്ളത് ഇതുപോലെ ചെയ്തെടുക്കാം. മസാല ദോശയൊക്കെ ചൂടോടുകൂടി കഴിക്കാനാണ് ടേസ്റ്റ്. അപ്പോൾ നമ്മുടെ രണ്ടാമത്തെ ദോശയും ഏകദേശം റെഡിയായി. കുറച്ച് നെയ്യും കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ മസാല വെച്ചിട്ട് അതുപോലെ തന്നെ വെച്ചിട്ടൊന്ന് മടക്കിയെടുക്കാം. അപ്പോൾ വാഴദോശ ഇതുപോലെ നമുക്ക് ചുട്ടെടുക്കാം. നമ്മുടെ മസാല ദോശ എല്ലാം റെഡി ആയിട്ടുണ്ട്. ചട്നിയും സാമ്പാർ, ഈ മസാലയുടെ പൊട്ടറ്റോ മസാലയും ഒരു ബൗളുണ്ട്. അപ്പോൾ വളരെ ടേസ്റ്റിയും ഹെൽത്തി ആയിട്ടുള്ള ദോശയാണ്. ഇടയ്ക്കൊക്കെ എല്ലാവരും റാഗിയൊക്കെ ഉണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കണം. കുട്ടികൾക്കായാലും വലിയവർക്കായാലും കഴിക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.